ഹായ്. അന്നേരെ ഇന്ന് ഞാൻ വന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ. ഞാൻ എന്നും കുക്കിംഗ് വീഡിയോസും പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ അല്ലേ ചെയ്യുന്നത്. അന്നേരം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവങ്ങൾ കേട്ടോ. എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 3 മക്കളുടെ അമ്മയാണ്. അന്നേരം ഞാൻ ഈ പ്രഗ്നൻസി സമയത്ത് ആദ്യത്തെ പ്രഗ്നൻസി 2 സമയത്ത് നമ്മൾ മൊബൈലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നല്ലോ. അതായത് ലാസ്റ്റ് പ്രഗ്നൻസീൻ്റെ ടൈമിലാണ് കൂടുതലായിട്ട് മൊബൈൽ യൂസിങ് ഒക്കെ വന്നത് കേട്ടോ. അതിൽ തന്നെ 2 പെൺകുട്ടികൾ ഓൾറെഡി എനിക്കുള്ളത് കൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു കുഞ്ഞ് ആണാകുമോ പെണ്ണാകുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ഏതൊരു അമ്മേനെ പോലും ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അന്നേരം ഒരുപാട് പേര് പറയും 2 പെൺകുട്ടികളല്ലേ, അന്നേരം നിനക്ക് മൂന്നാമത്തെ എന്തായാലും ആൺകുട്ടിയാണ് എന്നൊക്കെ കൂടെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ആകാംക്ഷയിൽ ഞാൻ യൂട്യൂബിൽ നിരന്തരം ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ എങ്ങനെ ഒരു ആൺകുഞ്ഞ് ഉണ്ടാകുമ്പോൾ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും, എന്തൊക്കെയായിരിക്കും നമ്മളെ ചിന്താഗതികൾ, അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇത് കണ്ടെത്താൻ പറ്റും എന്നൊക്കെയുള്ള കുറേ ഞാൻ അന്വേഷിച്ചു കേട്ടോ. അത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാൻ കേട്ടോ, കുറേയൊക്കെ വെറും ഫേക്കാണേ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാവരുടെ അനുഭവം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്, കുറേയൊക്കെ ഫേക്കാണ്. വെറുതെ ചുമ്മാ തട്ടിവിടുന്ന കുറേ കഥകളുണ്ട്. 100-ൽ ചിലപ്പം ഒരു 90 പേർക്കും ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയണേ, മൊത്തം തെറ്റായിരുന്നു. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടു, പിന്നെ യൂറിനിൽ പല വിധത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടു. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന യൂറിൻ ടെസ്റ്റുകൾ പല വിധത്തിൽ കണ്ടു. പിന്നെ നമ്മളെ ഫേസ് നോക്കിയിട്ട്, സ്കിന്ന് നോക്കിയിട്ട്, നമ്മളെ വയറ് നോക്കിയിട്ട്, നമ്മളെ എന്താ പറയുക, നമുക്കോരോ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ആ മാറ്റങ്ങൾ നോക്കിയിട്ട് ഒക്കെ കണ്ടെത്താമെന്നാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്, ഞാൻ എന്ത് നോക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കമൻറ്റ് നോക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ്, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കൂടുതൽ കമൻറ്റുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ട് അതിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ ഓണാക്കി കാണാറുള്ളൂ. അങ്ങനെ ഞാൻ നോക്കിയിട്ട് കുറേയൊക്കെ ഞാൻ കണ്ടതിൽ ഞാൻ ഒരുപാട് പരീക്ഷിച്ചു കേട്ടോ. സത്യം പറയുന്നതിന് എന്താ, ഇത് ചിലപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പോലും അറിയും ഇവൾ ഇത്രയൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോയെന്ന്. സത്യമാണ് കേട്ടോ. കാരണം ഒരു ആൺകുഞ്ഞ് എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. 2 പെൺകുട്ടികളത്, അതൊരു ആൺകുട്ടി വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മോളെ തന്നതിൽ എനിക്ക് ഒരു പരാതിയില്ല, ഒരു പൗരിഭാവവും ഇല്ല കേട്ടോ. അവൾ നല്ല മിടുക്കി കുട്ടിയാണ്, ഞങ്ങളെല്ലാമാണ് അവൾ. എനിക്കൊരു വിഷമമൊന്നും അതിലില്ല. പക്ഷേ ഏതൊരു അമ്മേനെ പോലെ ഒരു ആഗ്രഹം അത് ആർക്കും ഉണ്ടാവുമല്ലോ, അതുപോലൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ വിഷമം ഇപ്പോഴും ഇല്ല കേട്ടോ. അന്നേരം അങ്ങനെ ഞാൻ ചെയ്ത കുറേ പൊട്ടത്തരങ്ങളാണ്. പൊട്ടത്തരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ആള് വരുന്നുണ്ട് കേട്ടോ. അല്ല, ലൈവല്ല. വാ, അമ്മ വർത്താനം പറയേ, വാ. കുഞ്ഞാപ്പൂൻ്റെ കാര്യം പറയാം, ഇവിടെ വാ. ഇല്ല, കുഞ്ഞാപ്പു ആണ് കേട്ടോ വന്നത്. ചെറിയ ആളുടെ പേര് കുഞ്ഞാപ്പു എന്നാണ്. എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, പക്ഷേ അല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. അതിലൊരു ടെസ്റ്റായിരുന്നു യൂറിനിൽ നമ്മളെ ബേക്കിംഗ് സോഡ ഇല്ലേ, അപ്പക്കാരെന്നൊക്കെ പറയും, അതിട്ടിട്ടുള്ളൊരു ടെസ്റ്റാണ് കേട്ടോ. അത് രാവിലത്തെ യൂറിൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെൺകുഞ്ഞാണ് എന്ന് വെച്ചാൽ 7 മാസം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ കണ്ടത്. അങ്ങനെ 7 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. 7 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് പതയ്ക്കുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ യൂറിലി സോഡാപ്പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പതച്ച് പൊന്തും എന്ന് പറഞ്ഞു. ആൺകുഞ്ഞാണെങ്കിൽ ഇത് പതച്ച് പൊന്തും, പെൺകുഞ്ഞാണെങ്കിൽ ഇത് പതച്ച് പൊന്തൂല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിട്ടപ്പം ആൺകുഞ്ഞിൻ്റെ ലക്ഷണമാണ് കേട്ടോ കാണിച്ചത്. ബേക്കിംഗ് സോഡ നന്നായിട്ട് പതച്ച് പൊന്തിയിട്ടാ. പക്ഷേ എനിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണ്. പക്ഷെ അതിൽ കണ്ടത് പതച്ച് പൊന്തിയാൽ ആൺകുഞ്ഞാണ്, പതച്ച് പൊന്തിയില്ലെങ്കിൽ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അത് ഫേക്കാണ് എൻ്റെ കാര്യത്തിൽ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ. അത് ഫേക്കായിരുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് കണ്ടിട്ട് നമ്മളെ കഴുത്ത് പിന്നെ മുഖത്തിൻ്റെ ഈ സൈഡ്, കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നു. എൻ്റെ കാര്യത്തിൽ അത് പക്കയായിരുന്നു കേട്ടോ. എൻ്റെ കഴുത്തൊക്കെ കറുത്തിട്ട് എന്താ പറയുക, നമ്മൾ തേച്ചൊരച്ച് കുളിക്കാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കുളിക്കാത്തൊരു പ്രതീതി, എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ അറപ്പ് തോന്നും. അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കറക്റ്റായിരുന്നു, എനിക്കതുണ്ടായിരുന്നു. അത് നമ്മളെ ബ്ലഡിൽ നമ്മളെ ഹോർമോൺ ചേഞ്ചൊക്കെ കാരണം വരുന്നതാണ് എന്നൊക്കെ അറിയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. ബുദ്ധി ഉറയ്ക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു. അതിലും മനസ്സിലായത് ഇത് ആൺകുഞ്ഞാണ് എന്നുള്ളൊരു ടെസ്റ്റായിരുന്നു മനസ്സിലായത്. അങ്ങനെ അതൊന്ന് 2 കേട്ടോ. പിന്നെ നമ്മളെ സ്കാനിങ് റിപ്പോർട്ട്, നമ്മളെ 7-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ 7-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ ഇത് പ്ലാസൻ്റ
താഴേക്ക് അതെന്തോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ മോളെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് നോക്കി, പക്ഷെ അത് കാണില്ല, എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അതിലും ഇതേപോലെ തന്നെ ഞാൻ ആ വീഡിയോ വെച്ച് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കി. അതിലും എനിക്ക് ആൺകുഞ്ഞിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ആ സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടത്. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അതിൽ അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആൺകുഞ്ഞായിരുന്നു. പക്ഷെ അതും തെറ്റി, എനിക്ക് പെൺകുഞ്ഞാണ് ജനിച്ചത്. അന്നേരം ഇതാ ഞാൻ പറയുന്നത്, ഒരുപാട് അമ്മമാർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും പെൺകുഞ്ഞായിരിക്കും. പ്രത്യേകിച്ച് ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ എന്നെപ്പോലെ 2 പെൺകുഞ്ഞുങ്ങളിൽ 2 ആൺകുഞ്ഞുണ്ടായി, മൂന്നാമത്തത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മൂത്തത് ഒരെണ്ണം ഉണ്ടായിട്ട് രണ്ടാമത്തെ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു അമ്മമാർക്കും ഉണ്ടാവും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അടുത്ത കുഞ്ഞ് എന്തായിരിക്കുമെന്നറിയാൻ. പക്ഷെ അത് അവരെ വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കൊരു എന്താ പറയുക, നമുക്കൊരു മനസ്സിനൊരിതുണ്ടാവില്ല, അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ആൺകുട്ടിയോട് ഇഷ്ടം കൂടുതലുണ്ട് എല്ലാവരും ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഏത് കുഞ്ഞാണെങ്കിൽ ദൈവം സർവ്വ ആരോഗ്യത്തോടു കൂടി തരട്ടെ, ഒരു ആരോഗ്യക്കുറവില്ലാതെ തരട്ടെ എന്നായിരിക്കും ഏതൊരു അമ്മയും അച്ഛനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറേ അമ്മമാരും ഉണ്ടാവും കേട്ടോ, അല്ലാതെ ചിന്തിക്കുന്ന അമ്മമാരും ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറേയൊക്കെ നമ്മൾ നോക്കൂലോ ഇങ്ങനെ അങ്ങനെ. അപ്പോൾ അതുപോലെ വയറിൻ്റെ കാര്യം കേട്ടോ, വയർ ഇങ്ങനെ ഉരുണ്ടിരിക്കുക, ബോൾ പോലെ ഇരിക്കുകയാണെങ്കിൽ ആൺകുഞ്ഞാണ് എന്ന് പറയും. അത് താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന വയറാണെങ്കിൽ ആൺകുഞ്ഞാണെന്ന് പറയും. എൻ്റെ വയറും ഏകദേശം ഉരുണ്ടായിരുന്നു. കുഞ്ഞു വയറാണെങ്കിൽ ആൺകുഞ്ഞാണ്, വലിയ വയറാണെങ്കിൽ പെൺകുഞ്ഞാണെന്ന് പറയും. അതുപോലെ എൻ്റെ വയർ കുഞ്ഞു വയറായിരുന്നു, അത്ര വലിയ ഓവർ വയറൊന്നും ആയിരുന്നില്ല. പക്ഷെ കറക്റ്റ് വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ പറയും. അങ്ങനെയായിട്ടും അതിലും ഫേക്കാണ് കേട്ടോ എനിക്ക് വന്നത്. അതുപോലെ കാലിൽ നീര് വരിക, നീര് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും. ഒമിറ്റിങ്ങിൻ്റെ കേട്ടോ, ഒമിറ്റിങ് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഒമിറ്റിങ്. എനിക്ക് 3 പ്രഗ്നൻസിയിലും 3 വിധത്തിലായിരുന്നു കേട്ടോ ഒമിറ്റിങ്. ഒരാളേൽ രാവിലെ ഒമിറ്റിങ് ഉണ്ടെങ്കിൽ ആൺകുഞ്ഞാണ്, വൈകുന്നേരം ഒമിറ്റിങ് ഉണ്ടെങ്കിൽ പെൺകുഞ്ഞാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ കണ്ടു കേട്ടോ, ഒരുപാട് വീഡിയോസുകൾ കണ്ടു. പക്ഷേ എനിക്ക് 3 തരത്തിലായിരുന്നു ഒമിറ്റിങ്ങിൻ്റെ ആയിട്ട് പ്രശ്നങ്ങൾ. ആദ്യത്തേൽ ഭയങ്കര ഒമിറ്റിങ്, അങ്ങനെ കുറേ അങ്ങനെ ഒരുപാടല്ല. രണ്ടാമത്തേൽ ഭയങ്കരമായിട്ടുള്ള ഒമിറ്റിങ് വന്നു. മൂന്നാമത്തേൽ എനിക്ക് ഒമിറ്റിങ് നമ്മളെ എന്തെങ്കിലുമൊക്കെ കറിയുടെ സ്മെല്ല്, ബിരിയാണിയുടെ സ്മെല്ല്, അങ്ങനെ ഈ ഉള്ളിയൊക്കെ വറക്കുന്ന സ്മെല്ല്, അങ്ങനത്തെ സ്മെല്ലുകളോ, എനിക്ക് സ്മെല്ലുകളോടായിരുന്നു വൊമിറ്റിങ് കൂടുതൽ. അങ്ങനെ സ്മെല്ലുകളോ സഹിക്കാൻ പറ്റില്ല, അത് സ്മെല്ല് എവിടെ നിന്ന് വന്നാലും അപ്പം എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെ വരുന്നത് ആൺകുട്ടികൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങനത്തെ സ്മെല്ലുകളോട് തോന്നുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതും ഫേക്കാണ്, എൻ്റെ കാര്യത്തിൽ അതും ഫേക്കാണ്. അതുപോലെ ഞാൻ പറയണം, ഓരോ അമ്മമാരും നോക്കുമ്പം അങ്ങനെ ഒരുപാട് മനസ്സിൽ ആഗ്രഹിക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ട് ആരും മനസ്സിൽ ആഗ്രഹിച്ച് പോയിട്ട് ആ സമയത്ത് ഒരു സ്ട്രെസ്സ് വരാനുള്ളൊരിട ആരും വരുത്തരുതേ. ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, പ്രവീണ ആദ്യത്തെ കുട്ടി എന്താ, സിസ്റ്റർമാരായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ കുട്ടികളെന്താ ചോദിച്ചാൽ അവൻ 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എനിക്ക് അപ്പോഴും അറിയുന്നില്ല കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു പെൺകുഞ്ഞ്. അന്നേരം എന്നോട് പറഞ്ഞു ഇത് എന്ത് കുഞ്ഞാവണം എന്ന് ഇയാൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല സിസ്റ്ററെ, ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മൈൻഡ് ഞാൻ എന്തിന് അങ്ങ് ഉൾക്കൊള്ളാനുള്ളൊരു മൈൻഡും കൂടി എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ സെർച്ച് ചെയ്താലും എന്തും ഉൾക്കൊള്ളാനുള്ളൊരു മൈൻഡ് കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും അതുപോലെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സ്ട്രെസ്സ് വല്ലാതെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്ത് നല്ല സ്ട്രെസ്സ് ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ കഴിവതും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാതിരിക്കുക കേട്ടോ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, അങ്ങനത്തെ വീഡിയോസ് കാണാതിരിക്കുക. അന്നേരം ഇനിയും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒറ്റ വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആവില്ല. അതായത് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കേട്ടോ. പ്രഗ്നൻസി സംബന്ധമായ കുറച്ച് എൻ്റെ അനുഭവങ്ങളും കൂടി ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട്. അന്നേരം ഇപ്പം തന്നെ ഒരു 10 മിനിറ്റ് കൂടുതൽ വീഡിയോ ലെങ്ത് ആയിക്കഴിഞ്ഞാൽ ബോറടിക്കും കാണുന്നവർക്ക്. അതായത് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കാര്യങ്ങൾ അത് ആർക്കെങ്കിലൊക്കെ അനുഭവത്തിൽ കൂടെ ഉണ്ടാവുന്നവർക്ക്, എന്നെപ്പോലെ ചിന്തിക്കുന്ന പേരൻസ് ഉള്ളവർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. അന്നേരം ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയുന്നതായിരിക്കും. അന്നേരം എനിക്ക് കൂടുതലായിട്ട് പറയാൻ തരാം, ആരും നമുക്ക് ദൈവം വിധിച്ചതാണെങ്കിൽ നമുക്ക് തരും. അത് എന്താണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും, അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ. അന്നേരം ആരും ഇങ്ങനെ പോയിട്ട് എന്നെപ്പോലെ പൊട്ട ബുദ്ധിയിൽ ചിന്തിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇതുപോലെ ആവണം എന്നില്ല കേട്ടോ. ചിലർക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ, ചിലപ്പോൾ ലക്കി പോലെ കറക്റ്റായിട്ടൊക്കെ വരാം. അന്നേരം ഇങ്ങനെ കഴിവതും നമ്മളൊരു രീതിയിൽ അങ്ങോട്ട് പോവുക, അങ്ങനെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്, അത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോസിൽ പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, 3 മക്കളെ പ്രസവിച്ചൊരു അമ്മ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.